ഹലോ. അപ്പോൾ ഇത് 4th ജൂലൈ ആണ്. അതായത് ഞങ്ങൾ ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്ന് കയറി നമ്മുടെ മഡ്ഗോവൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയത് വരെയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ടാക്സിക്കാരൊക്കെ ഒരുപാട് വന്ന് നമ്മളെ പൊതിയും കേട്ടോ. പക്ഷെ നമ്മൾ ബുദ്ധിപരമായ നീക്കത്തിലൂടെ പുറത്തിറങ്ങിയപ്പോൾ നമുക്ക് ഈ ടാക്സി വാൻ, അതായത് ഒരുപാട് പേര് കാണും. നമ്മുടെ നോർമലായിട്ടുള്ളൊരു വാനാണ്. അങ്ങനെയാണ് ഞങ്ങൾ നമ്മുടെ ബാഗ ബീച്ചിൻ്റെ അവിടം വരെ പോയത്. സത്യം പറഞ്ഞാൽ നമ്മൾ മാക്സിമം ബസ്സോ അങ്ങനെയൊക്കെ എടുത്താൽ നമുക്ക് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഈ ട്രിപ്പ് അങ്ങ് പോകും. നമ്മൾ മാക്സിമം എന്താ പറയുക, അങ്ങനെ ലാവിഷായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ടാക്സിയൊക്കെ പിടിച്ച് പോവാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെയാണ് പോയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 400 രൂപയ്ക്ക്, ഞങ്ങൾക്ക് 2 പേർക്കും കൂടി 400 രൂപയ്ക്ക് ഞങ്ങൾ ബാഗ ബീച്ചിൻ്റെ അവിടെ എന്താ പറയുക, ഒരു ഡ്രോപ്പ് ഔട്ട് ചെയ്തു കേട്ടോ. ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് നമ്മുടെ പഞ്ചിമിലിറങ്ങാം എന്നാണ് പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ ഞങ്ങൾ മാറ്റിയതാണ് കേട്ടോ. കാരണം നമ്മൾ ബാഗ ബീച്ചിൻ്റെ അവിടെ നിന്ന് നമ്മൾ എന്തായാലും ഇങ്ങോട്ട് വരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് ഞങ്ങൾക്ക് തോന്നി. എല്ലാം കണ്ട് വരുമ്പോൾ കുറച്ചും കൂടെ സൗകര്യം അതാണല്ലോ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ അങ്ങനെ എടുത്തത്. അങ്ങനെ ഞങ്ങൾ ബാഗ ബീച്ചിൻ്റെ അവിടെ എത്തി. അപ്പോൾ ബാഗ ബീച്ചിൻ്റെ അവിടെ എത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ പെട്ടുപോയി. കാരണം ഞങ്ങൾക്ക് റൂമോ കാര്യങ്ങളോ ഒക്കെ ഞങ്ങൾ ഒരുപാട് നേരം അന്വേഷിച്ചിട്ടാണ് കിട്ടിയത്. കാരണം നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കുകയും വേണം, അത്യാവശ്യം ഒരു നീറ്റൊക്കെ വേണമല്ലോ. അങ്ങനെ അവസാനം ഒരു റൂം എടുത്തു. ഞങ്ങൾ തൽക്കാലം ഒരു 24 അവർ എന്നുള്ള ഒരു ഇതിൽ വെച്ചിട്ട് എടുത്തതായിരുന്നു. അപ്പോൾ അവർ തന്നെ ഞങ്ങൾക്ക് വണ്ടി അറേഞ്ച് ചെയ്തിരുന്നു. വണ്ടിക്ക് 400 രൂപയാണ് പറഞ്ഞത് ഒരു ദിവസത്തേക്ക്. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തായാലും കരുതി ഓക്കെ, തൽക്കാലത്തേക്ക് എടുക്കാം എന്നെഴുതി. എന്നിട്ട് ഞങ്ങൾ റൂമിൽ വന്ന് ഒന്ന് റെസ്റ്റ് എടുത്ത് ഫ്രഷൊക്കെ ആയതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം തന്നെ നമ്മൾ എന്താ പറയുക, നല്ല വിശപ്പായിരുന്നു കേട്ടോ. കാരണം മോള് നല്ല ക്ഷീണമായി. അപ്പം എന്താ പറയുക, ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടാണ് ആദ്യം വരുന്നത്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഫ്രഷ് ആയിട്ടൊക്കെ ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം 12 മണിയായി. കാരണം റൂം തിരക്കി നടന്നതും ഒക്കെ ആയിട്ട്. അപ്പം ഞങ്ങൾ ലഞ്ചായിട്ട് കഴിക്കാമെന്ന്. അപ്പം നമ്മൾ എന്താ പറയുക, ഫിഷ് താളി മീൽസ് അതാണ് കഴിച്ചത് കേട്ടോ. അതും ഞങ്ങൾ ആ ഒരു സ്ട്രീറ്റിൽ കുറേ നമ്മളിങ്ങനെ പോയിട്ട് എന്താ പറയുക, കുറേ കടകൾ കയറി കേട്ടോ. കാരണം നമ്മൾ നാട്ടിൽ ഒരു മട്ടൻ ബിരിയാണിയൊക്കെ കഴിക്കുന്ന ആ ഒരു പ്രൈസാണ് സത്യം പറഞ്ഞാൽ അവിടെ ഒരു ചിക്കൻ ബിരിയാണിക്കൊക്കെ. പക്ഷെ ഞങ്ങൾ അവസാനം ഒരു പഞ്ചാബി ഒരു റെസ്റ്റോറൻറ്റ് പോലെ ഒരു കടയിലാണ് കേട്ടോ കയറിയത്. അത് അത്യാവശ്യം എന്താ പറയുക, നല്ല ഫുഡായിരുന്നു. നല്ല ഫുഡും എന്താ പറയുക, പ്രൈസും എല്ലായിടത്തെയും വെച്ച് നോക്കുമ്പോൾ കുറവായിരുന്നു. അവിടെ ഒരു തമിഴ് ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഫുഡായിരുന്നു കേട്ടോ, അടിപൊളി ഫുഡായിരുന്നു. എന്താ പറയുക, നമ്മൾ മോക്കും കൊടുക്കാൻ പറ്റി. അവർ ഫ്രഷായിട്ടാണ് കേട്ടോ ഫുഡ് ഉണ്ടാക്കി. അതുകൊണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ പെട്രോൾ അടിക്കണം. കാരണം വണ്ടി നമുക്ക് കയ്യിൽ കിട്ടുമ്പോൾ അധികം പെട്രോൾ ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ അവിടെയൊക്കെ ആ ഒരു സ്ട്രീറ്റിലെന്ന് പറയുമ്പോൾ വീടുകളുള്ള ഏരിയയിലൊക്കെ ഫ്രണ്ടിൽ അവരിങ്ങനെ പെട്രോൾ കുപ്പികളിലാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ഞങ്ങൾ അങ്ങനെ വാങ്ങാൻ നിന്നില്ല. ഞങ്ങളെന്തായാലും പോകുന്ന വഴിക്ക് ഉണ്ടല്ലോ എന്ന് കരുതി പെട്രോൾ പമ്പിലോട്ട് അങ്ങ് പോയി. അങ്ങനെ ഞങ്ങൾ പെട്രോൾ പമ്പൊക്കെ തിരക്കി പോകുന്നതിനിടയ്ക്ക് തന്നെ ഞാൻ പറഞ്ഞല്ലോ, നാട്ടിൽ നിന്ന് ഞാൻ 2-3 എന്താ പറയുക, നമ്മുടെ പാക്കേജുകളെ പറ്റിയൊക്കെ തിരക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ കവടിയാറുള്ള ഒരു ലെക്സിഗോ എന്ന് പറഞ്ഞിട്ടൊരു എന്താ പറയുക, അവരുടെ ഒരു എന്താ പറയുക സ്റ്റാർട്ടപ്പ് പോലെയാണ്. അപ്പോൾ വലിയ ഓവർ പ്രൈസൊന്നുമില്ല. അപ്പോൾ ഞാൻ 4 ഡേയും 3 നൈറ്റും വണ്ടിയും ഫുഡും അക്കോമഡേഷനും ഇത്രയും കൂടെ ചേർത്ത് ഒരു പ്ലാൻ അവരുടെ അടുത്ത് ചോദിച്ചു. അപ്പോൾ അവർ ഒരു 8,000 പറഞ്ഞായിരുന്നു കേട്ടോ. 8,000 സംതിങ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്കതൊരു അഫോർഡബിളായിട്ട് ഫീൽ ചെയ്തു. പക്ഷെ ഞങ്ങൾക്കൊരു എന്താ പറയുക, ഒരു വിശ്വാസക്കുറവുണ്ട് ആയിരുന്നു. ഇല്ലയെന്ന് ഞാൻ പറയുന്നത്, ഞാൻ പെർഫെക്റ്റായിട്ട് ആവുമോ എന്നൊക്കെ അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഞാൻ ഏറ്റെടുക്കുന്ന ഒരു ദൗത്യമായിരുന്നു അത്. ഫൈനലി എന്താ പറയുക, ഞങ്ങൾ അവർക്ക് ഓക്കെ എന്ന് പറഞ്ഞാൽ 1,000 അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്തു. അതായത് ഇതെല്ലാം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെയാണ് സംഭവിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, അവർ പറഞ്ഞു നാളെയെങ്കിൽ നിങ്ങൾ ചെക്കൗട്ട് ചെയ്തിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. കാരണം ഞങ്ങൾ നിൽക്കുന്ന ബാഗ ബീച്ചിന് അടുത്തായിട്ടാണ്. അപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്തതെന്ന് പറയുമ്പം എന്തായാലും ആക്റ്റീവ ഇരിക്കുകയാണല്ലോ. അപ്പോൾ ഈ ആക്റ്റീവ വെച്ച് എന്നെയും മോളെയും ബാഗുകളും ലഗേജുകളും എല്ലാം കൂടെ ആയിട്ട് നമുക്ക് നമ്മുടെ പുതിയ ഹോട്ടലിലോട്ട് പോയിട്ട് ചേട്ടൻ തിരിച്ച് റിട്ടേൺ വന്നിട്ട് ചേട്ടൻ നടന്ന് വരാം. കാരണം അത്രയ്ക്കുള്ള ദൂരമേ ഉള്ളൂ എന്ന് നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയപ്പോൾ മനസ്സിലാക്കി.
അങ്ങനെയാണ് ഒരു പ്ലാനിങ് ചെയ്ത് വെച്ചത് കേട്ടോ. അപ്പം എന്താ പറയുക, എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എങ്ങനെയായിരിക്കും. കാരണം ഇപ്പം എടുത്ത റൂമിൻ്റെ അത്രയും കൂടെ മോശം അവസ്ഥയാണെങ്കിൽ എന്താ പറയുക, നമ്മൾ അയ്യോ എന്നെ കുനിച്ചിർത്തി ഇടിക്കുമല്ലോ എന്നായിപ്പോയി കേട്ടോ. പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, എൻ്റെ ബെസ്റ്റ് ചോയ്സ് ആയിരുന്നു അത്. അപ്പം ഞാൻ ഈ ലെക്സിഗോയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾ ആരെങ്കിലും ഗോവയിൽ പോകുന്നവരാണെങ്കിൽ എന്തായാലും ഡു ചെക്ക് ഔട്ട്. ഓക്കെ. അപ്പോൾ ഇതിനിടയ്ക്ക് ഞങ്ങളിതാ നമ്മുടെ പെട്രോൾ അടിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ സ്നോ പാർക്കിലാണ് കേട്ടോ വന്നത്. ഫസ്റ്റ് ഞങ്ങൾ സ്നോ പാർക്കാണ് പോയത്. സത്യം പറഞ്ഞാൽ മോള് ഞങ്ങൾ സ്നോ പാർക്കിലെത്തിയപ്പം നല്ല ഉറക്കമായിരുന്നു. അപ്പം ഞങ്ങൾ ഒരാൾക്ക് 500 രൂപ ടിക്കറ്റായിരുന്നു. അപ്പോൾ അവിടെ 2 മണിക്കൂറാണ് നമുക്ക് അകത്ത് നിൽക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ജാക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. അവിടെ നിന്ന് തന്നെ ഷൂ ഒക്കെ അവർ തന്നെ തരും കേട്ടോ. എല്ലാം ഈ 500 രൂപയ്ക്കകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഷൂ ജാക്കറ്റൊക്കെ ഇട്ട് മോക്കും ഇട്ട് കൊടുത്തു. എന്നിട്ട് മോൾ എണീക്കുന്നില്ല. അപ്പം ഞങ്ങൾ ചെയ്യും 2 മണിക്കൂറല്ലേ ഉള്ളൂ, പെട്ടെന്ന് എണീക്കണമല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മോളെ വിളിച്ച് എണീപ്പിച്ചിട്ടൊക്കെയാണ് അകത്ത് കയറ്റിയത് കേട്ടോ. പക്ഷെ അകത്ത് കയറിയപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര തണുപ്പായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മളൊരു മഞ്ഞുള്ളൊരു ഏരിയയിലൊക്കെ പോകുമ്പോൾ എങ്ങനെയാണോ നടക്കുന്നത് അതുപോലെ മഞ്ഞൊക്കെ വീണ് കിടക്കുന്നു. ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ മരവിച്ച അവസ്ഥയായിരുന്നു. ഞങ്ങളവിടെ നിന്ന് സത്യം പറഞ്ഞാൽ 1 മണിക്കൂർ ഞങ്ങൾ സ്പെൻഡ് ചെയ്തെന്നേ തോന്നുന്നുള്ളൂ. കാരണം അത്രയ്ക്ക് പറ്റത്തില്ല. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പിന്നെ മോളും കൂടെ ഉള്ളതുകൊണ്ട് എന്താ പറയുക, നല്ല തണുപ്പാകുമ്പോൾ നമ്മൾ പുറത്തിറങ്ങിയിട്ട് വീണ്ടും അകത്തേറും, അങ്ങനെയായിരുന്നു. പക്ഷെ അകത്ത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അവരെന്താ പറയുക, ഇഗ്ലൂ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്ലൈഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സ്ലൈഡ്സ് എന്ന് പറയുമ്പം എന്താ പറയുക, നമ്മൾ നോർമൽ സ്ലൈഡ്സ് പോലെയല്ല കേട്ടോ. ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക, നല്ല ഫോഴ്സിലാണ് കേട്ടോ പോകുന്നത്. സത്യം പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ ചേട്ടനും മോളും കൂടെ ഇതുപോലെ കയറി ഇരുന്നിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ നോർമൽ സ്ലൈഡ് പോലെയാണെന്ന് കരുതിയിട്ട് ഇങ്ങനെ സ്ലൈഡിൽ കയറി ഇരുന്നിട്ട് ഇങ്ങനെ വന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ എത്ര ഫോഴ്സാണെന്ന് മനസ്സിലായത് കേട്ടോ. അത്രയ്ക്ക് അവിടെ പക്ഷെ അവർ സേഫ്റ്റിക്ക് സ്പഞ്ചൊക്കെ വെച്ചിട്ടുണ്ട്. എന്നാലും എന്താ പറയുക, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ അതിൽ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മോളെയും കൊണ്ട് വെളിയിൽ ഇറങ്ങും കേട്ടോ. കാരണം നല്ല തണുപ്പാകുമ്പം അവൾക്ക് ബുദ്ധിമുട്ടാകരുതല്ലോ എന്ന് കരുതിയിട്ട് പുറത്തിറങ്ങും. അപ്പോൾ അവിടെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അകത്ത് പാട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ നല്ല അടിച്ച് പൊളിച്ചാണ് സത്യം പറഞ്ഞാൽ അതിൻ്റെ അകത്ത് കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റി. എന്താ പറയുക, നമ്മൾ പൈസയ്ക്ക് വെർത്താകുമോ എന്നൊരു ഡൗട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്പോട്ട് ഞാൻ നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ് കേട്ടോ. ഇവിടുന്ന് പോകുമ്പോഴേ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നതിൽ ഉള്ള ഒരു സ്പോട്ടാണ്. അപ്പം അതും അടിപൊളിയായിരുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം നമ്മളായിട്ട് ഒന്ന് സെലക്ട് ചെയ്തിട്ട് അടിപൊളിയാകുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ അല്ലെങ്കിലും. അങ്ങനെ അവിടുത്തെ കളിയും ചിരിയൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ തന്നെ ഇൻഡോറിൽ നമ്മുടെ ഫോട്ടോഗ്രാഫർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫോട്ടോഗ്രാഫറിനെ വെച്ച് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഞങ്ങളുടെ 3 പേരുടെയും മോളുടെ തനിച്ചും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ ബാഗ ബീച്ചിലോട്ടാണ് വന്നത്. ബാഗ ബീച്ചിലപ്പോൾ ഒരു ഈവനിങ് ടൈമൊക്കെ ആയതുകൊണ്ട് ചേട്ടൻ പാർക്ക് ചെയ്യാൻ പോയി. അപ്പോൾ ഈ പാർക്കിംഗ് ടൈമിൽ ഞാനെന്താ അവിടെ നിന്നപ്പം നമ്മുടെ ഈ മുടിയിൽ ഇതുപോലെ ബ്രൈഡ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരവിടെ കാണും കേട്ടോ. ഇങ്ങനെ നൂല് വെച്ചിട്ട് എന്താ പറയുക, ഒരുപാട് പേരിങ്ങനെ സിനിമയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പിന്നെ ഫോട്ടോസൊക്കെ ഇട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എനിക്കൊരു എന്താ പറയുക, ഒരു വല്ലാത്ത കൊതിയെന്ന് പറയാം. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതങ്ങ് ചെയ്യാമെന്ന് കരുതി കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഗോവയിൽ പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഒരുപാട് യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ടാണ് സത്യം പറഞ്ഞാൽ പോയത്. അപ്പോൾ അതിലെല്ലാം പറഞ്ഞിട്ടുണ്ട് നന്നായിട്ട് വില വീശിയാലേ നമുക്ക് രക്ഷയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ മാക്സിമം എല്ലാത്തിനും വില വീശി കേട്ടോ. ഇപ്പോൾ ഒരു കടയിൽ കയറുകയാണെങ്കിൽ കൂടെ ഞങ്ങൾ വില വീശുന്നത് പോലെ മറ്റാരും വില വീശുന്നത് ഞാൻ കണ്ടതേ ഇല്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ ഇത് തന്നെ അവർ ഒരു സൈഡ് 100 രൂപയാണ് പറഞ്ഞത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല ഒരു സൈഡ് 100 രൂപ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പം അവർ ഓക്കെ എന്താ പറയുക, അതിൻ്റെ പകുതി പൈസയിലെത്തും സത്യം പറഞ്ഞാൽ. വേണമെങ്കിൽ അതിലും കുറയാം, അങ്ങനെയും ചെയ്യാം. അപ്പം അതൊക്കെയെന്ന് പറയുമ്പോൾ എന്താ കുറച്ച് ഇതാണ്
നന്നായിട്ട് നമ്മൾ നാക്കിട്ടടിക്കണം. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ലാംഗ്വേജ് ബാരിയറുണ്ട്. എന്ന് പറയുമ്പം എനിക്ക് ഹിന്ദി അത്രയും പെർഫെക്റ്റായിട്ട് വരില്ല. ചേട്ടന് വരും, പക്ഷേ എനിക്കങ്ങനെ സംസാരിക്കാൻ അത്രയ്ക്ക് വരത്തില്ല കേട്ടോ. അപ്പം ഞാൻ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഈ ലാംഗ്വേജ് ബാരിയർ പോലെ ഇങ്ങനെ അധികം സംസാരിക്കുക. അപ്പോൾ ഞാൻ പറയും എനിക്ക് ഹിന്ദി അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ലേ ഏട്ടാ ചെന്ന് ചോദിക്കുന്നത്, ബാക്കി എല്ലാത്തിനും പറയും. പക്ഷേ ഈ വില വീശുന്ന കാര്യം എത്തുമ്പം ഞാനായിരിക്കും ആദ്യം ചെന്നിന്ന് അങ്ങ് വില പേശാൻ തുടങ്ങുന്നത്. നമ്മൾ പെണ്ണുങ്ങൾ അങ്ങനെയാണല്ലോ അല്ലേ. അങ്ങനെ അല്ല എന്നുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഞാനിതുപോലെ വില പേശുമ്പം ചേട്ടൻ പറയും നിനക്ക് അത് ഹിന്ദി അറിയാമല്ലേ, അല്ലാതെ ഞാൻ വേറെന്തെങ്കിലും ചോദിക്കാൻ പറയുമ്പോൾ ഹിന്ദി അറിയത്തില്ല എന്ന് പറയും കേട്ടോ. അതെന്താ പറയുക, നമുക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് വരുന്നതല്ലേ അത്. ഹിന്ദി ആയിട്ട് തന്നെ വേണമെന്നില്ലല്ലോ, നമ്മൾ ഇംഗ്ലീഷിലൊക്കെ അല്ലേ എമൗണ്ട് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് എൻ്റെ തല മെടഞ്ഞിട്ടിട്ടൊക്കെ എന്താ പറയുക ബീച്ചിലോട്ട് ഇറങ്ങി കേട്ടോ. ബാഗ ബീച്ചിലോട്ട് ഇറങ്ങി. ഭയങ്കര തിരയാണ് കേട്ടോ. എന്താ പറയുക, നമ്മളെ നാട്ടിലത്തേനെ പോലെ ഏകദേശം അതുപോലെയൊക്കെ ആണെന്ന് പറയാം. പക്ഷെ എന്നാലും ഭയങ്കര തിരയും കാര്യങ്ങളുമാണ്. അതുപോലെ തന്നെ വൈഡായിട്ട് കിടക്കുകയാണ് കേട്ടോ. ഭയങ്കര വൈഡായിട്ട് കിടക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്കും ചേട്ടനും അങ്ങനെയാണ്. ബീച്ചിൽ നിന്ന് മോള് പിന്നെ എന്താ പറയുക, അവൾ അഴിഞ്ഞാടുകയായിരുന്നു എന്ന് പറയാം. അവസാനം അവൾ ഒരു വിധത്തിലാണ് കേട്ടോ റൂമിൽ പിടിച്ചുകൊണ്ട് വന്നത്. റൂമിൽ കൊണ്ടുവന്ന് മൊത്തം മണ്ണും മണ്ണും ഫുള്ള് ഉപ്പ് രസമായിരുന്നു. പിന്നെ ഒന്നേന്ന് കുളിപ്പിച്ച് പറക്കി എടുത്തിട്ട് ഞങ്ങൾ എന്താ പറയുക ഒരു സന്ധ്യ ആയപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി നമ്മൾ ഫുഡ് കഴിക്കണം. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ കറങ്ങിയിട്ട് വരാം എന്നുള്ള രീതിയിൽ പുറത്തേക്ക് ഇറങ്ങി. അപ്പം ഞങ്ങൾ വന്ന സമയത്ത് നമ്മൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഞങ്ങളുടെ റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയാൽ എങ്ങനെ അകത്തോട്ട് കയറണമെന്ന് പോലും അറിയത്തില്ലായിരുന്നു. പക്ഷേ എന്താ പറയുക ഇപ്പം ഞങ്ങൾക്കതറിയാം. എല്ലാവരും ഞാൻ ശ്രദ്ധിച്ചത് ഒരു 3 ഡേ പാക്കേജ് എടുത്തിട്ടായിരിക്കും അല്ലേ ഗോവയിലോട്ടൊക്കെ പോകുന്നത്. പക്ഷേ അതല്ല, ഞങ്ങളൊരു 5 ദിവസമൊക്കെ എടുത്ത്. അപ്പോൾ ഞങ്ങൾക്ക് ഗോവയിലെ എല്ലാ സ്ഥലങ്ങളും ഇപ്പോൾ കറക്റ്റായിട്ട് അറിയാം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് പോയതെങ്കിൽ കൂടി നമുക്ക് തിരിച്ചു വരുമ്പോൾ ആ വഴി ഓക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇങ്ങനെ നോക്കി നടന്നപ്പോൾ നമ്മുടെ ഒരു കോംബോ ഓഫർ, അതായത് ഒരു ഷവർമയും ഒരു ചിക്കൻ ബിരിയാണിയും കൂടെ 199. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് കരുതിയിട്ട് ഒരു കോംബോ പാക്ക് വാങ്ങി നോക്കി. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഹോട്ടലിൽ വെച്ച് ഞങ്ങൾ വേറെ മലയാളി 3 പയ്യന്മാരെയും കൂടെ കണ്ടു കേട്ടോ. കാരണം അവർ ആ മലയാളിയാണെന്ന് മനസ്സിലാക്കിയത് തന്നെ ഈ കോംബോ ഓഫർ അവരും വാങ്ങി. പൊതുവെ ആരും അങ്ങനെ ചെയ്യില്ലല്ലോ, കാരണം അവിടെ ഭയങ്കര റേറ്റാണ് കേട്ടോ. ഞാൻ വിചാരിക്കുകയും ചെയ്തു അവിടെയൊക്കെ ഉള്ളവർ നമ്മളൊക്കെ ആണെങ്കിൽ ആഴ്ചയിലൊരിക്കലൊക്കെ പുറത്ത് പോയി ഫുഡ് കഴിക്കില്ലേ, അപ്പോൾ ഇവരൊക്കെ എങ്ങനെയാണ് പുറത്ത് പോയി അങ്ങനെ ഫുഡൊന്നും കഴിക്കത്തില്ലായിരിക്കുമല്ലേ, കാരണം അത്രയ്ക്ക് റേറ്റാണ്. പക്ഷെ അവിടെ എന്താ പറയുക റേറ്റ് കുറവുള്ളതെന്ന് പറയുമ്പോൾ ക്യാഷ്നട്ടിൻ്റെ റേറ്റ് കുറവായിരുന്നു കേട്ടോ. എന്ന് പറയുമ്പോൾ 1 kg തന്നെ 600 സംതിങ്, 700, 800 അങ്ങനെയൊക്കെ ക്വാളിറ്റി വെച്ചിട്ട് മാറ്റം വരും, അത്രയേ ഉള്ളായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ റൂമിൽ പോയി കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ എണീറ്റത്. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ചെക്കൗട്ട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ 10 മണിക്ക് മുമ്പ് ഞങ്ങളുടെ റൂമിൽ എത്തിക്കുകയും വേണം ചേട്ടന്. തിരിച്ചിങ്ങി വന്ന് വണ്ടി കൊടുക്കുകയും വേണം. കാരണം അവിടെ ഞങ്ങൾക്ക് 9 മണിക്കാണ് ചെക്ക് ഇൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നെ ആ പ്രശ്നമില്ല. അപ്പം ഞങ്ങളിങ്ങനെ വണ്ടിയിൽ കുറച്ച് ദൂരമൊക്കെ നടന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് കരുതി. അപ്പം ഞങ്ങൾ ഒരു ചായ വെച്ചു. ഞാൻ ചായ കാണിച്ച കപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചു, ഇത്രയേ ഉള്ളൂ. എൻ്റെ മോൾക്ക് ഒരു വായിക്കുള്ള ചായ അതിലുള്ളൂ സത്യം പറഞ്ഞാൽ. ആ ചായക്കപ്പിൽ തരുന്ന ചായക്ക് 20 രൂപയാണ്. ബ്ലാക്ക് ടീ അതേ കപ്പിൽ 30 രൂപയും. അപ്പം എന്താ പറയുക, നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മളവിടെയൊക്കെ 20 രൂപയ്ക്ക് തരുന്ന, നമ്മൾ 10 രൂപയ്ക്ക് തരുന്ന ചായക്കപ്പിൻ്റെ അത്ര പോലും സത്യം പറഞ്ഞാൽ ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നമ്മൾ ഇന്നലെ ഉച്ചയ്ക്ക് കഴിച്ചില്ലേ ഫുഡ്, ആ ഹോട്ടലിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഒരു ന്യൂഡിൽസ് വാങ്ങിച്ചു, പിന്നെ ഭട്ടൂര, പൂരി ഇതൊക്കെയാണ് വാങ്ങിച്ച് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ എന്താ പറയുക നേരെ ഞങ്ങളുടെ പുതിയ റൂമിലോട്ട് വന്നു. സത്യം പറയാമല്ലോ, ഞാൻ നമ്മുടെ ആ റൂമിൻ്റെ അങ്ങോട്ടേക്കുള്ള എൻട്രി വേ എന്ന് പറയുമ്പോൾ മെയിൻ റോഡിൽ നിന്ന് ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇടവഴി കൂടെയാണ്. അതായത് ആ ഇടവഴിയിൽ നമ്മൾ മൊത്തവും വീടുകളാണ്. എന്നിട്ടാണ് ഈ ഒരു ഹോട്ടൽ വരുന്നത്. നടക്കാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. അതായത് ആ
ഒരു കുഞ്ഞൊരു വഴി, അത്രയേ ഉള്ളൂ. ഒരു 2 മിനിറ്റ് പോലും വേണ്ട നടന്നെത്താൻ, അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ ആ ഒരു 2 മിനിറ്റിലെ ഗ്യാപ്പിൽ ഞാൻ കരുതിയത് ഹോട്ടലിൽ പെട്ടെന്നാണ്. കാരണം എന്താ പറയുക, അയ്യോ ഈ ഹോട്ടലിൽ നമുക്ക് കണ്ട പോലത്തെ റൂം കാണുമോ, അങ്ങനെയൊക്കെയായിരുന്നു കരുതുന്നത്. പൂള് കാണുമോ എന്നാണ്. കാരണം നമ്മൾ പറഞ്ഞിരുന്നത് പോലെ ആയിരിക്കില്ല എന്നുള്ളൊരു തോന്നലായിരുന്നു കേട്ടോ. പക്ഷെ സത്യം പറയാലോ, അകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ചേട്ടൻ തന്നെ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു, ഓക്കെ നൈസ് ചോയ്സാണ് നിൻ്റെത് എന്ന്. കാരണം എന്താ പറയുക, അതിന് ഭയങ്കര താങ്ക്സ് പറയേണ്ടത് ലെക്സിക്കോ ടീമിനോടാണ് കേട്ടോ. ഞാൻ അവരുടെ പേര് പറയുന്നതുകൊണ്ട് ഇതൊരു പ്രൊമോഷനാണെന്നോ അങ്ങനത്തെ കാര്യമൊന്നുമല്ല. നമുക്കെന്താ പറയുക, നമുക്ക് ആത്മാർത്ഥമായിട്ട് തോന്നിയ ഒരു കാര്യമാണ്. അവർ ഞങ്ങളെ റൂമിൽ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇൻഫോം ചെയ്തു. അപ്പം തന്നെ അവർ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ വന്നായിരുന്നു കേട്ടോ. വന്നിട്ട് ഞങ്ങൾക്ക് ഫുഡ് കൊണ്ടുവന്നു. അതായത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടാവില്ല എന്ന് കരുതിയിട്ട് അവർ ഫുഡ് കൊണ്ടുവന്നു. മസാല ദോശയും സാമ്പാറും ചട്നിയൊക്കെ ആയിട്ട് കൊണ്ടുവന്നു കേട്ടോ. അത് നല്ലൊരു ഫുഡായിരുന്നു. ഞങ്ങൾ ഉച്ചയ്ക്ക് ആ ഫുഡാണ് കഴിച്ചത് കേട്ടോ സത്യം പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് അവർ അതുപോലെ തന്നെ നമുക്ക് വണ്ടിയുടെ കീ കൊണ്ടുവന്നു. അപ്പോൾ ഞങ്ങൾ ബാക്കി പേയ്മെൻറ്റ് എന്നിട്ടാണ് ഞങ്ങൾ ചെയ്തത് കേട്ടോ. എന്നിട്ട് അവർ പറഞ്ഞു, നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്താ പറയുക ബിഹേവിയർ ആയിരുന്നു കേട്ടോ അവിടുത്തെ ആ 2 കോർഡിനേറ്റേഴ്സ് തമ്മിൽ. അപ്പോൾ അവർ പറഞ്ഞതെന്ന് പറയുമ്പം എന്താവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞാൽ മതി, അറേഞ്ച് ചെയ്ത് തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എന്താ പറയുക പിറ്റേ ദിവസത്തേക്ക് ഒരു ഡിന്നർ ക്രൂയിസ് ബുക്ക് ചെയ്യാനൊക്കെ പറഞ്ഞു. അപ്പം എന്താ പറയുക ഭയങ്കര നല്ല, ഞാൻ എടുത്തതിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷനായിരുന്നു എന്ന് തന്നെ പറയാം. അവിടെ ഓഫീസ് വരുന്നത് നമ്മുടെ ട്രിവാൻഡ്രം കവടിയാറാണ് കേട്ടോ. അങ്ങനെ എന്താ പറയുക ഞങ്ങൾ പിന്നെ ഫ്രഷായി, ചേട്ടൻ തിരിച്ച് വണ്ടിയൊക്കെ കൊണ്ടുകൊടുത്തു. റൂം അവിടെ നിന്ന് ചെക്കൗട്ടൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ ഫ്രഷായി ഇവിടെ വന്ന് നമ്മുടെ ഇവിടുത്തെ റൂമിൽ വന്ന് ഫ്രഷായിട്ട് പുറത്തേക്ക് കറങ്ങാമെന്ന് കരുതി. അപ്പം നമ്മളിന്ന് കുറച്ച് ഫോർട്ടും കാര്യങ്ങളൊക്കെ കവർ ചെയ്യാം എന്ന് കരുതി. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞങ്ങളിപ്പം നിൽക്കുന്നതെന്ന് പറയുമ്പം എന്താ പറയുക ബാഗാ ബീച്ചിൻ്റെ ഒരു മെയിൻ ഇതിലാണ്. മറ്റേന്ന് പറയുമ്പോൾ ബാഗാ ബീച്ചിൻ്റെ സൈഡിലായിരുന്നു. ഇപ്പം ഞങ്ങൾ മെയിൻ ഒരു സിറ്റി. അപ്പോൾ നമ്മുടെ ആ സിറ്റി എന്ന് പറയുമ്പം അങ്ങനെ വലിയ സിറ്റിയല്ല, നമ്മുടെ കലാൻകുടി ബീച്ച് അങ്ങനെ എന്തോ ആണ്. ആ കലാങ്കുടെ എന്ന് പറയുന്ന ആ ഒരു സ്ഥലമാണ്. എനിക്ക് കറക്റ്റ് എങ്ങനെയാണോ പറയുന്നതെന്ന് അറിയത്തില്ല. അവിടെ അങ്ങനെയാണ് എഴുതി വച്ചിരുന്നത്. നമ്മൾ പിന്നെ ആരോടും ചോദിക്കാനും പറയാനൊന്നും പോയിട്ടില്ല. അപ്പോൾ അവിടെയാണ് ഞങ്ങളിപ്പോൾ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഈ ഫോർട്ടുകളുണ്ടല്ലോ, അതായത് പണ്ടത്തെ കോട്ടകളൊക്കെ, ഒരു 2 കോട്ടകൾ അവിടെ അടുത്തായിട്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടാണ് ആദ്യം തന്നെ പോയത്. അപ്പം മെയിനായിട്ട് വരുന്ന 2 ഫോർട്ടുകളെന്ന് പറയുമ്പോൾ നമ്മുടെ ഫോർട്ട് അഗ്വാഡ എന്ന് പറഞ്ഞിട്ടൊന്നും, അതുപോലെ തന്നെ സെൻഗോറിയം ഫോർട്ട്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഞാൻ പറഞ്ഞല്ലോ പ്ലാൻ ചെയ്താണ് പോയത്. അതായത് നമ്മൾ സൗത്ത് ഗോവയിലാണ് മഡ്ഗോവൻ വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നോർത്ത് ഗോവയിൽ പോയിട്ട് അവിടെയാണ് ഒരുപാട് കാണാനുള്ളതൊക്കെ കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് തന്നെ പോകാം എന്ന് ഒരു പ്ലാൻ ഇട്ടത്. അപ്പം ഞങ്ങൾ ആദ്യം പോയത് നമ്മുടെ അഗ്വാഡ ഫോർട്ടിലോട്ടാണ്. അതിൻ്റെ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് വേണമെങ്കിൽ ബോട്ടിംഗ് ഉണ്ട്. അതായത് നമ്മുടെ ഡോൾഫിൻ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് എടുക്കാം. അതായത് ഒരു ഡോൾഫിൻ പോയിൻറ്റിൽ അവർ കൊണ്ടുപോയിട്ട് ഡോൾഫിൻ കാണിക്കും എന്നാണ് പറയുന്നത്. ഞങ്ങളത് എടുത്തില്ല, കാരണം നല്ല മഴയായിരുന്നു. അപ്പം മഴ സീസണിൽ അധികമായിട്ടും എന്താ പറയുക അത് കാണാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ പോയിട്ട് വെറുതെ കാണാൻ പറ്റാതെ വരണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ പോയില്ല. ഈ അഗ്വാഡ ഫോർട്ടിൽ ഞങ്ങളവിടെ ശ്രദ്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, എല്ലായിടവും പാർക്കിങ്ങിന് ഫീസ് കൊടുക്കണം. അല്ലാതെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ തോന്നും പോലെയൊക്കെ പാർക്ക് ചെയ്തിരുന്നാൽ നമ്മളെ വണ്ടിക്ക് പെറ്റി വരും. പിന്നെ നമ്മൾ തന്നെ കയ്യിൽ നിന്നിട്ട് അടയ്ക്കണം. അതിനേക്കാളും നല്ലത് 50 രൂപ ഉള്ളൂ. എല്ലായിടവും 50 രൂപ തന്നെയായിരുന്നു. അപ്പോൾ അത് കൊടുത്തിട്ട് ഞങ്ങൾ പാർക്ക് ചെയ്തിട്ട് 25 രൂപയായിരുന്നു കേട്ടോ ഒരാൾക്ക് നമ്മുടെ അഗ്വാഡ ഫോർട്ടിൽ എൻട്രി ഫീസ്. അപ്പം ഞങ്ങളത് കണ്ടു, കയറി കണ്ടു. എന്താ പറയുക നല്ല രസമുണ്ട് കേട്ടോ. ഒരു ഭയങ്കര നമ്മൾ കണ്ടിരിക്കേണ്ട ഒന്ന് തന്നെയാണ് അതൊക്കെ. നമ്മളാണെങ്കിലും നമ്മളെ മക്കളാണെങ്കിലും അവിടെയൊക്കെ ഈ നമ്മുടെ RRR സിനിമ ഉണ്ടല്ലോ, അതിൽ മണ്ണിൻ്റെ അടിയിലൊരു എന്താ പറയുക ജയിൽ പോലെ ഒരു ഇതിൽ അറക്കകത്ത് നമ്മുടെ നടനെ പ്രഭാസല്ലോ നമ്മുടെ നടനെ അതിൻ്റെ അകത്തൊരു ഇതിലിട്ടേക്കുമല്ലോ, അതുപോലെ ഒരു ഇതൊക്കെ അവിടെ ഒരു ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കൊള്ളാം കേട്ടോ കാണാനൊക്കെ. അതെന്താണ് സംഭവം എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ജയിൽ തന്നെ ആയിരിക്കും ഒരു പക്ഷെ, പണ്ട് യുദ്ധങ്ങളൊക്കെ നടന്നതായിരിക്കും.
ഞങ്ങൾ ഈ അക്വാഡ ഫോർട്ടിലല്ല സെങ്കുറിയം ഫോർട്ടിൽ പോയപ്പോൾ അവിടെ നമ്മുടെ പണ്ടത്തെ മറ്റേ പീരങ്കിയൊക്കെ ഉണ്ടല്ലോ, അതായത് പീരങ്കികളൊക്കെ ഒരുപാട് പീരങ്കികളിങ്ങനെ ആ ഒരു ബോർഡറിൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്, തുരുമ്പെടുത്തിരിപ്പുണ്ട്. കാരണം അന്ന് അത് ഉപയോഗിച്ചിട്ട് അവർ അങ്ങനെ തന്നെ വച്ചിരിക്കുന്ന ആ ഒരു ഇതായിട്ടാണ്. അത് കൊള്ളായിരുന്നു കേട്ടോ. കൊള്ളാമെന്നല്ല, മീൻസ് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്, അപ്പോൾ ഓക്കെ ആയിരുന്നു. പിന്നെ ഈ അഗ്വാഡ ഫോർട്ടിൽ നമ്മൾ എല്ലാം ചുറ്റിക്കറങ്ങി കണ്ടിട്ട് ഇറങ്ങാമെന്ന് കരുതി ഇറങ്ങിയപ്പോഴാണ് നല്ല മഴയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കയറി നിന്നതെന്ന് പറയുമ്പം കയറി നിന്നതിൻ്റെ ബാക്കിൽ ജയിൽ പോലെ എന്തോ ആണ് കേട്ടോ. എന്താണെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല, കാരണം അവിടെ പൂട്ടിയിരിക്കുകയാണ്, അത് ഗ്രില്ല് പൂട്ടിയിട്ടുണ്ട്. അപ്പം ജയിൽ പോലെ എന്തോ ആണ്. പക്ഷെ അതിൻ്റെ ആ ലാസ്റ്റ് എൻഡിൽ നിന്ന് വെട്ടം വരുന്നുണ്ട്. അപ്പം അത് കടലിലോട്ടുള്ള എന്തോ ഒരു പാത്തായിട്ട് അങ്ങാണ്ടാണ്, എന്താണെന്നറിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്ന ആ ഒരു വെയിലെന്ന് പറയുമ്പം നമ്മുടെ പണ്ടത്തെ ഓൾഡ് ഗോവൻ ചർച്ച്, അത് പഴയ കാലത്തതും ഇപ്പോഴത്തെ ചർച്ച് എങ്ങനെയാണെന്നുള്ള ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സെങ്കുറിയം ഫോർട്ട് എങ്ങനെയായിരുന്നു, മുമ്പ് എങ്ങനെയാണ്, ഇപ്പം എങ്ങനെയാണ്, അതുപോലെ തന്നെ അങ്ങനെ കുറേ ഇത് എന്താ പറയുക, നമ്മുടെ പള്ളികളൊക്കെ, പഴയ പള്ളികൾ അവിടുത്തെ, അതൊക്കെ സൗത്തിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ വേറൊരു ദിവസത്തേക്കാണ് സത്യം പറഞ്ഞാൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നമ്മുടെ അഗ്വാഡ ഫോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നെക്സ്റ്റ് പോയത് ഈ അഗ്വാഡ ഫോർട്ടിൻ്റെ തന്നെ മ്യൂസിയം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ആ കണ്ടില്ലേ മറ്റേ പീരങ്കി എന്നൊക്കെ ഞാൻ പറഞ്ഞു, അതൊക്കെ ഇവിടെയാണ് ഇങ്ങനെ നമ്മുടെ ആ കടലിൻ്റെ ആ ഒരു ബോർഡറിലിട്ട് അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടെയും എൻട്രി ഫീ ഒരാൾക്ക് 1000 500 ഒന്നും ആയിരുന്നു കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, 500-500-നകത്താണെന്ന് തോന്നുന്നു, എനിക്കത് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഞാനൊരു കാര്യം ചെയ്യാം, ഞങ്ങൾക്ക് ഇതിന് എക്സ്പെൻസ് ഫുള്ളായിട്ട് ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. കാരണം ഞങ്ങൾക്ക് ട്രെയിൻ ടിക്കറ്റ്, ഫുഡ് ആയാലും എല്ലാം ഞാൻ എന്താ പറയുക കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ എന്താ പറയുക അവിടെ ആയിട്ടൊക്കെ ആയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പോയത് നമ്മുടെ സെങ്കുറിയം ഫോർട്ടിലോട്ടായിരുന്നു. സെങ്കുറിയം ഫോർട്ടിൽ എന്താ പറയുക നല്ല രസമുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ പക്ഷെ നമുക്കങ്ങനെ അത്രയും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല, കാരണം നല്ല മഴയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ നമ്മുടെ റൂമിലോട്ട് വന്നു. കാരണം മൊത്തം നനഞ്ഞ് കുളിച്ചൊക്കെയാണ് വന്നത്, നനഞ്ഞ കോഴികളെപ്പോലെയായിരുന്നു ഞങ്ങൾ മൂന്നും. മോള് നനഞ്ഞില്ല, കാരണം അവൾക്ക് ഞങ്ങൾ റെയിൻകോട്ട് ഓൾറെഡി ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അവൾ നനഞ്ഞിട്ടില്ല, അവൾ സേഫായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ സ്വിമ്മിങ് ഡെക്ക് ഉണ്ടല്ലോ, അതൊന്ന് വാങ്ങി. കാരണം നീരുമൊക്കെ നീന്താനല്ല, വെള്ളത്തിൽ കളിക്കാനേ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങളൊരു സ്വിമ്മിങ് പൂളിൽ ഇറക്കാം എന്ന് കരുതിയിട്ടാണ് അത് വാങ്ങിയത്. അതും ഞങ്ങൾ ഇതുപോലെ വിലപേശി തന്നെയാണ് വാങ്ങിച്ചത് കേട്ടോ. എന്താ പറയുക 300 രൂപയ്ക്കാണ് ഞങ്ങൾ വാങ്ങിച്ചത്. അവർ 600 പറഞ്ഞതാണ്, ഞങ്ങൾ 300 എത്തിച്ചതാണ്. സത്യം പറഞ്ഞാൽ അതിൽ നിന്നും കുറയുമായിരുന്നു. പിന്നെ നമ്മൾ 300 വാങ്ങി, അത്രയേ ഉള്ളൂ. നമ്മളൊരു മാന്യത കാണിക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ ഒരു ചായയൊക്കെ ഹോട്ടലിൽ വന്നിട്ട് അവിടെ നിന്ന് ചായ വാങ്ങിച്ച് കുടിച്ചിട്ടാണ് കേട്ടോ സ്വിമ്മിങ് പൂളിൽ അച്ഛനും മോളും കൂടെ നീന്താൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ ഞാൻ കട്ട പോസ്റ്റായിരുന്നു, കാരണം നമുക്ക് പിന്നെ നീന്താൻ അറിയത്തില്ലല്ലോ, വെറുതെ എന്തിനാണ് വെള്ളത്തിൽ ഇറങ്ങി കളിക്കുന്നത് എന്ന് കരുതിയിട്ട് ഞാൻ മര്യാദയ്ക്ക് ഒരു മൂലയ്ക്കിരുന്നു. അവിടെ ചെയറിട്ടിട്ടുണ്ട്, അപ്പം ഞാൻ അതിലിരിക്കുകയായിരുന്നു. അവർ രണ്ടുപേരും എന്താ പറയുക നീന്തലും കളിയും കുളിയും ഒക്കെ ആയിട്ട് അങ്ങ് നിന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങളൊരു 5:30 ആയപ്പോൾ ഇറങ്ങിയതാണ്. നീരുമോൾ ഒരു വിധത്തിൽ തിരിച്ച് കയറത്തില്ലായിരുന്നു, ഒരു വിധത്തിൽ തിരിച്ച് കയറില്ല എന്ന് പറഞ്ഞാൽ അവൾക്ക് കളിച്ചിട്ടും മതിയാവുന്നില്ല, അത്രയ്ക്ക് എൻജോയ് ചെയ്യായിരുന്നു. പിന്നെ ഞങ്ങൾ എന്താ അവളെ ഒരു വിധത്തിലൊക്കെ എങ്ങനെയൊക്കെയോ പിടിച്ച് കയറ്റി, കാരണം സന്ധ്യയായി, 7 മണി ആയി. അപ്പോൾ 8 മണി വരെ അവിടെ പൂൾ അലൗഡായിട്ടുള്ളൂ. അപ്പം ഞങ്ങൾ കരുതി കയറിയിട്ട് എന്താ പറയുക ഫുഡ് കഴിക്കാൻ പോകണം. അപ്പം 8:30 ആകുമ്പോൾ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എത്തിയപ്പോൾ ഒരു 9 മണി കഴിഞ്ഞായിരുന്നു. ഇതെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഫുഡ് ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തന്നത് അവർ വേറെ പുറത്തൊരു ഹോട്ടൽ പോലെ ഒരു ഇതിലാണ് കേട്ടോ. അവിടെ എന്ന് പറയുമ്പം ഇതുപോലെ മലയാളികൾ മാത്രമാണ് കേട്ടോ ഫുൾ വന്നത്. നമ്മുടെ ഏജൻസികൾ വഴിയൊക്കെ ഇങ്ങനെ വരുന്ന മലയാളികളുണ്ടല്ലോ, അവരെല്ലാവരും ഇവിടെ വന്നാണ്, ഒട്ടുമിക്ക പേരും ഇവിടെ വന്നാണ് ഫുഡ് കഴിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഏത് ടീമാണെന്ന് പറഞ്ഞാൽ മാത്രം മതി. അൺലിമിറ്റഡ് ഫുഡാണ്, ബൊഫേ കണക്കായിരുന്നു, അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഒരു നേരം കഴിക്കുന്ന ഫുഡ് തന്നെ, ഒരു നേരമല്ല, നമ്മൾ
അവിടുന്ന് കഴിച്ച ആ ഒരു നേരത്തെ ഫുഡിന് പുറത്താണെങ്കിൽ നല്ല റേറ്റാവും. കാരണം അത് ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചിട്ട് നമ്മൾ ഇവിടെ വന്ന് കഴിക്കുമ്പോൾ നമുക്കത് മനസ്സിലായി. കാരണം ഇത്രയും നല്ല ഫുഡ് പോലും അല്ല സത്യം പറഞ്ഞാൽ അവിടെ കിട്ടിയത്. അങ്ങനെ പിന്നെ ഫുഡ് കഴിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ റൂമിൽ പോയി കിടന്നുറങ്ങായിരുന്നു. അപ്പം ഇത് 2 ദിവസം, അതായത് 4th 5th ഇനിയും ഉണ്ട് ഒരുപാട് ദിവസങ്ങൾ. ഇനിയൊരു 3 ദിവസത്തേക്കുള്ള വിശേഷങ്ങളുണ്ട്. അതെല്ലാം കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.